ഹലോ ഫ്രണ്ട്സ്, Hsst Zoology എക്സാം കാത്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ. Hormones are chemical messengers secreted directly into the bloodstream by endocrine gland. They are target specific and bind to the specific receptors. On the basis of binding of hormone on their specific receptor, the mechanism of hormonal action is characterized into two groups. They are, first one, fixed membrane receptor mechanism, second one, mobile receptor mechanism. നമുക്കറിയാം ഹോർമോൺസ് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്. അത് എൻഡോക്രൈൻ ഗ്ലാൻഡിൽ നിന്നുമാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഡയറക്റ്റ്ലി ബ്ലഡ് സ്ട്രീമിലേക്കാണത് സെക്രീറ്റ് ചെയ്യുന്നത്. ഇവ ടാർജറ്റ് സ്പെസിഫിക് ആണ്. അതുപോലെ തന്നെ ടാർജറ്റിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്റേഴ്സുമായിട്ട് മാത്രമേ അത് ബൈൻഡ് ചെയ്യുകയുള്ളൂ. ഹോർമോൺസ് അതിൻ്റെ ടാർജറ്റ് സെല്ലിലെ സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്റേഴ്സുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ ഹോർമോണൽ ആക്ഷൻസ് രണ്ട് തരമാണുള്ളത്. ഫിക്സഡ് മെംബ്രെയിൻ റിസപ്റ്റർ മെക്കാനിസവും മൊബൈൽ റിസപ്റ്റർ മെക്കാനിസവും. Two types of mechanism of hormonal action. First one, fixed membrane receptor mechanism, and second one, mobile receptor mechanism. Hormones produce their effects by binding to specific proteins called hormone receptors located in the target tissues only. ടാർജറ്റ് ടിഷ്യൂസിൽ കാണപ്പെടുന്ന സ്പെസിഫിക് ആയിട്ടുള്ള പ്രോട്ടീൻസിലേക്ക് മാത്രമേ ഹോർമോൺസ് വന്ന് ബൈൻഡ് ചെയ്യുകയുള്ളൂ. അത്തരം പ്രോട്ടീൻസിന് പറയുന്ന പേരാണ് ഹോർമോൺ റിസപ്റ്റേഴ്സ്. Hormone receptor present on the cell membrane of the target cells are called membrane bound receptors. The receptors present inside the target cells are called intracellular receptors. Mostly nuclear receptors are present in the nucleus. അപ്പോൾ സെൽ മെംബ്രെയിനിൽ കാണുന്ന റിസപ്റ്റേഴ്സിനെ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് എന്നും സെല്ലിൻ്റെ ഉള്ളിൽ കാണുന്ന റിസപ്റ്റേഴ്സിനെ ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റേഴ്സ് എന്നും ന്യൂക്ലിയസിൽ കാണുന്ന റിസപ്റ്റേഴ്സിനെ ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് എന്നും പറയുന്നു. The protein hormones are soluble in water. They are easily transported through the blood. The steroid hormones, which are not water soluble, bind to plasma proteins and are transported to their target organs. അപ്പം പ്രോട്ടീൻ ഹോർമോൺസ് വാട്ടറിൽ സൊല്യൂബിൾ ആണ്. അതുകൊണ്ട് തന്നെ ബ്ലഡിലൂടെ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ ടാർജറ്റ് ഓർഗനിലേക്ക്. സ്റ്റിറോയിഡ് ഹോർമോൺസ് വാട്ടർ സൊല്യൂബിൾ അല്ല. അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ആയിട്ട് ഒരു പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്താണ് അത് ടാർജറ്റ് ഓർഗനിൽ എത്തിച്ചേരുന്നത്. നമ്മൾ പറഞ്ഞു മെക്കാനിസം ഓഫ് ഹോർമോണൽ ആക്ഷൻ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഫിക്സഡ് മെംബ്രെയിൻ റിസപ്റ്റർ മെക്കാനിസം, രണ്ട് മൊബൈൽ റിസപ്റ്റർ മെക്കാനിസം. നമുക്ക് ആദ്യത്തേത് ഫിക്സഡ് മെംബ്രെയിൻ റിസപ്റ്റർ മെക്കാനിസം ഒന്ന് നോക്കാം. ദ ഹോർമോൺസ് ദാറ്റ് ആർ പ്രോട്ടീൻ ഓർ അമൈൻസ് ഇൻ കോമ്പോസിഷൻ സച്ച് ആസ് ഗ്രോത്ത് ഹോർമോൺ, ADH, ഓക്സിറ്റോസിൻ, ഇൻസുലിൻ, അഡ്രിനാലിൻ, FSH, TSH, etc. shows this mechanism of action. അപ്പോൾ പ്രോട്ടീൻ ഹോർമോൺസ് അല്ലെങ്കിൽ അമൈൻസ് ആയിട്ടുള്ള ഹോർമോൺസ് ആണ് ഫിക്സഡ് മെംബ്രെയിൻ റിസപ്റ്റർ മെക്കാനിസം കാണിക്കുന്നത്. എക്സാമ്പിൾ ഗ്രോത്ത് ഹോർമോൺ, ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോൺ, ഓക്സിറ്റോസിൻ, ഇൻസുലിൻ, അഡ്രിനാലിൻ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, etc. These hormones are water soluble and cannot pass through the lipid membrane. They have their target receptor on the cell membrane. The receptor are fixed on the cell membrane, so hormone can bind on the specific receptor. അപ്പോൾ ഹോർമോൺസ് പ്രോട്ടീൻസ് ആയിട്ടുള്ളതും അമൈൻസ് ആയിട്ടുള്ള ഹോർമോൺസ് ഒക്കെ വാട്ടർ സൊല്യൂബിൾ ആണ്. അതുകൊണ്ട് തന്നെ ബ്ലഡിലൂടെ അത് പാസ് ചെയ്ത് വരും. അതിൻ്റെ ടാർജറ്റ് സെല്ലിൽ എത്തിക്കഴിയുമ്പോഴേക്കും
ടാർഗറ്റ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ലിപ്പിഡ് മെംബ്രെയിൻ ആണ്. അപ്പം ലിപ്പിഡ് മെംബ്രെയിനിലൂടെ ഈ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള ഹോർമോണിന് ഡയറക്റ്റ് എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. പകരം എന്താണ്, ലിപ്പിഡ് മെംബ്രെയിനിലുള്ള റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏക വഴി സെല്ലിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട്. ഓരോ ഹോർമോണും അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്റേഴ്സുമായിട്ട് മാത്രമേ ബൈൻഡ് ചെയ്യുന്നുള്ളൂ. ടാർഗറ്റ് സെല്ലിൻ്റെ സെൽ മെംബ്രെയിനിൽ, ലിപ്പിഡ് മെംബ്രെയിനിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റിസപ്റ്റർ പ്രോട്ടീനുമായിട്ടാണ് ഹോർമോൺസ് ബൈൻഡ് ചെയ്യുന്നത്. ബൈൻഡിങ് ഓഫ് ഹോർമോൺ ഓൺ സ്പെസിഫിക് റിസപ്റ്റർ ഓൺ ടാർഗറ്റ് സെൽ ആക്ടിവേറ്റ്സ് the enzyme adenyl cyclase in the cell membrane and causes production of cyclic AMP. അതായത് ഹോർമോൺ സ്പെസിഫിക് റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോഴേക്കും എൻസൈമായിട്ടുള്ള അഡിനൈൽ സൈക്ലേസ് ആക്ടിവേറ്റ് ചെയ്യുകയും അത് സെല്ലിൻ്റെ മെംബ്രെയിനിലാണ് കാണപ്പെടുന്നത്. അതിൻ്റെ ഫലമായിട്ട് സൈക്ലിക് AMP ഉണ്ടാകുകയും ചെയ്യുന്നു. ടാർഗറ്റ് സെല്ലിലെ റിസപ്റ്ററുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യുന്ന ഹോർമോണാണ് ഫസ്റ്റ് മെസ്സഞ്ചറായിട്ട് ആക്ട് ചെയ്യുന്നത്. സൈക്ലിക് AMP ആക്ട് ആസ് സെക്കൻഡറി മെസ്സഞ്ചർ ആൻഡ് ആക്ടിവേറ്റ്സ് പ്രോട്ടീൻ കൈനേസ് and other various enzymatic reactions to cause biochemical changes. After the target cell responded to the changes, cyclic AMP is deactivated by a group of enzyme phosphodiesterase. അതായത് സൈക്ലിക് AMP പ്രോട്ടീൻ കൈനേസ് പോലെയുള്ള എൻസൈംസുകളെ ആക്ടിവേറ്റ് ചെയ്യുകയും മറ്റ് വേരിയസ് എൻസൈമാറ്റിക് റിയാക്ഷൻസിൽ ഇൻവോൾവ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ സെല്ലിൻ്റെ ഉള്ളിൽ ബയോകെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. അപ്പം ടാർഗറ്റ് സെല്ലിലെ അതിൻ്റെ റെസ്പോൺസ് അവിടെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സൈക്ലിക് AMP ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. അതിന് ഉപയോഗിക്കുന്ന എൻസൈമാണ് ഫോസ്ഫോഡയസ്റ്ററേസ്. സൈക്ലിക് AMPനെ ഡീആക്ടിവേറ്റ് ചെയ്യിക്കാനുള്ള എൻസൈമാണ് ഫോസ്ഫോഡയസ്റ്ററേസ്. ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നോൺ സ്റ്റിറോയിഡ് ഹോർമോൺ ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് മെസ്സഞ്ചറായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത് നോൺ സ്റ്റിറോയിഡ് ആയിട്ടുള്ള ഒരു ഹോർമോണാണ്. അത് സെല്ലിൻ്റെ മെംബ്രെയിനിലുള്ള റിസപ്റ്ററുമായിട്ട്, ഫിക്സഡ് ആയിട്ടുള്ള റിസപ്റ്ററുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യുന്നു. അപ്പം റിസപ്റ്റർ ആക്ടിവേറ്റ് ആകുകയും അതിൻ്റെ ഫലമായിട്ട് GTPയുടെ പ്രസൻസിൽ G പ്രോട്ടീൻസിനെ ആക്ടിവേറ്റ് ചെയ്യുകയും G പ്രോട്ടീൻസ് അഡിനൈൽ സൈക്ലേസിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. അങ്ങനെ അഡിനൈൽ സൈക്ലേസ് ATPനെ സൈക്ലിക് AMP ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും സൈക്ലിക് AMP ആക്ട് ആസ് എ സെക്കൻഡ് മെസ്സഞ്ചർ ആൻഡ് ആക്ടിവേറ്റ് പ്രോട്ടീൻ കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള മറ്റ് എൻസൈമുകളെയും ആക്ടിവേറ്റ് ചെയ്ത് ഏത് സബ്സ്ട്രേറ്റിനെയാണോ പ്രോഡക്റ്റ് ആക്കേണ്ടത് ആ സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കാനായിട്ട് സഹായിക്കുന്നു. ആവശ്യത്തിന് പ്രോഡക്റ്റ് ഫോം ചെയ്തതിന് ശേഷം സൈക്ലിക് AMP ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു ബൈ ആൻ എൻസൈം ഫോസ്ഫോഡയസ്റ്ററേസ്. ഇനി നമുക്ക് സെക്കൻഡ് വൺ നോക്കാം. മൊബൈൽ റിസപ്റ്റർ മെക്കാനിസം. The lipid soluble hormones such as steroid hormones and fatty acid hormones can easily pass through the plasma membrane. കാരണം എന്താണ്? ലിപ്പിഡ് ബൈലെയറോട് കൂടിയ മെംബ്രെയിൻ ആണ് പ്ലാസ്മ മെംബ്രെയിൻ. അതുകൊണ്ട് തന്നെ സ്റ്റിറോയിഡ് ഹോർമോൺസിനും ഫാറ്റി ആസിഡ്സ് ഹോർമോൺസിനും ഒക്കെ വളരെ ഈസി ആയിട്ട് പ്ലാസ്മ മെംബ്രെയിനെ ക്രോസ് ചെയ്ത് അകത്തേക്ക് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കും. ദേ ഹാവ് ദെയർ റിസപ്റ്റർ ഇൻസൈഡ് ദ സെല്ല്. അപ്പോൾ ഇത്തരത്തിലുള്ള ലിപ്പിഡ് സൊല്യൂബിൾ ആയിട്ടുള്ള ഹോർമോൺസിന് അതിൻ്റെ സ്പെസിഫിക് റിസപ്റ്റർ എവിടെയാണ് കാണപ്പെടുന്നത്? സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലാണ്. സൈറ്റോപ്ലാസത്തിൽ വളരെ ഫ്രീലി ഫ്ലോട്ടിംഗ് ചെയ്താണ് ഈ ഇത്തരത്തിലുള്ള റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നത്. ദേ ഹാവ് ദ റിസപ്റ്റേഴ്സ് ഇൻസൈഡ് ദ സെൽ ഫ്രീലി ഫ്ലോട്ടിംഗ് ഇൻ ദ സൈറ്റോപ്ലാസം. ബൈൻഡിങ് ഓഫ് ഹോർമോൺ ടു ദ സ്പെസിഫിക് റിസപ്റ്റർ ആക്ടിവേറ്റ്സ് ദ എൻസൈമാറ്റിക് ആക്ടിവിറ്റീസ് ഓഫ് ദ സെൽ ഫോർ ബയോകെമിക്കൽ ചേഞ്ചസ്.
അപ്പം ഇത്തരത്തിലുള്ള ലിപ്പിഡ് സൊല്യൂബിൾ ആയിട്ടുള്ള ഹോർമോൺസ് ഈ സെല്ലിൻ്റെ സൈറ്റോപ്ലാസ്മിക് റീജിയനിൽ കാണപ്പെടുന്ന സ്പെസിഫിക് റിസപ്റ്റേഴ്സുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ അവയ്ക്ക് സ്പെസിഫിക് ആയിട്ടുള്ള എൻസൈംസ് ആക്ടിവേറ്റ് ചെയ്യുകയും അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ബയോകെമിക്കൽ ചേഞ്ചസ് നടക്കുകയും ചെയ്യുന്നു. സം ഹോർമോൺസ് ടെസ്റ്റോസ്റ്റിറോൺ, പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ, കോർട്ടിസോൾ പോലെയുള്ള ചില ഹോർമോൺസ് ഹാവ് ദെയർ റിസപ്റ്റർ ലോക്കലൈസ്ഡ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. അപ്പോൾ ചില ഹോർമോൺസിൻ്റെയൊക്കെ റിസപ്റ്റേഴ്സ് എവിടെയാണ് കാണപ്പെടുന്നത്? ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഹോർമോൺസ് അവയുടെ ന്യൂക്ലിയസിലുള്ള സ്പെസിഫിക് റെസപ്റ്ററുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്ത് ഹോർമോൺ റെസപ്റ്റർ കോംപ്ലക്സ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ വെച്ച് ഉണ്ടാകുകയും ചെയ്യുന്നു. ദ ഹോർമോൺ റെസപ്റ്റർ കോംപ്ലക്സ് ഇനീഷ്യേറ്റ് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദ DNA ടു ഫോം സ്പെസിഫിക് mRNA. അപ്പം ഇത്തരത്തിലുള്ള ഹോർമോൺ റെസപ്റ്റർ കോംപ്ലക്സുകൾ DNA ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുകയും സ്പെസിഫിക് ആയിട്ടുള്ള mRNAയുടെ ഫോർമേഷന് കാരണമാകുകയും ചെയ്യുന്നു. ഈ mRNA പ്രോട്ടീൻ സിന്തസിസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോട്ടീൻ സിന്തസിസിന് കാരണമാകുന്നു. ദ mRNA ഇനീഷ്യേറ്റ് പ്രോട്ടീൻ സിന്തസിസ് ഇൻ ദ സൈറ്റോപ്ലാസം. ദ പ്രോട്ടീൻ ഓർ എൻസൈം കോസസ് ബയോകെമിക്കൽ ചേഞ്ചസ് ഇൻ ദ സെൽ. ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ലിപ്പിഡ് സൊല്യൂബിൾ ആയിട്ടുള്ള ഹോർമോണിൻ്റെ ആക്ഷനാണ്. Lipid soluble hormone diffuses through the plasma membrane. Hormone binds with a receptor in cytoplasm, forming a receptor hormone complex. Receptor hormone complex enter the nucleus and trigger gene transcription. Transcribed mRNA is translated into proteins for alter cell response. ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ രണ്ട് തരത്തിലുള്ള മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് പഠിച്ചത്. ഒന്ന് ഫിക്സഡ് മെമ്പറൈൻ റിസപ്റ്റർ മെക്കാനിസം, രണ്ട് മൊബൈൽ റിസപ്റ്റർ മെക്കാനിസം. ഫിക്സഡ് മെമ്പറൈൻ റിസപ്റ്റർ മെക്കാനിസത്തിൽ പറയുന്നത് ദ ഹോർമോൺസ് ദാറ്റ് ആർ പ്രോട്ടീൻ ഓർ അമൈൻസ് ഇൻ കോമ്പോസിഷൻ സച്ച് ആസ് ഗ്രോത്ത് ഹോർമോൺ, ADH, ഓക്സിറ്റോസിൻ, ഇൻസുലിൻ, അഡ്രിനാലിൻ, follicle stimulating hormone, TSH, etc. shows this mechanism of action. These hormones are water soluble and cannot pass through the lipid membrane. They have their target receptor on the cell membrane. The receptors are fixed on the cell membrane, so hormone can bind on the specific receptor. Binding a hormone on specific receptor on target cell activates the enzyme adenine cyclase in the cell membrane and causes production of cyclic AMP. Cyclic AMP acts as second messenger and can activate protein kinase and various enzymatic reactions to cause biochemical changes. After the target cell responds to the changes, cyclic AMP is deactivated by a group of enzymes called phosphodiesterase. In mobile receptor mechanism, the lipid-soluble hormones such as steroid hormones and fatty acids hormones can easily passes through the plasma membrane. They have their receptor inside the cell, freely floating in the cytoplasm. Binding of hormone to the specific receptor activates the enzymatic activity of the cell for biochemical changes. So, some hormones, testosterone, progesterones, estrogens, cortisols, thyroxine, have their receptor localized inside the nucleus. The hormone receptor complex are carried inside the nucleus. The hormone receptor complex initiate transcription of the DNA to form specific mRNA. mRNA initiate protein synthesis in the cytoplasm. The protein or enzyme causes biochemical changes in the cell. ഈ ഒരു ടേബിള് ശ്രദ്ധിക്കുക. സ്റ്റിറോയിഡ് ഹോർമോൺസ് വേഴ്സസ് പെപ്റ്റൈഡ് ഹോർമോൺസ്. ഫസ്റ്റ് പോയിന്റ്, റിസപ്റ്റർ ടൈപ്പ്. ഇൻ സ്റ്റിറോയിഡ് ഹോർമോൺ റിസപ്റ്റേഴ്സ് ആയിരിക്കും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. പെപ്റ്റൈഡ് ഹോർമോൺസ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെപ്റ്റൈഡ് ഹോർമോണിൻ്റെ ബേസിസിൽ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സോ റിസപ്റ്റർ ടൈറോസിൻ കൈനേസസോ ആയിരിക്കും. ഇനി ലൊക്കേഷൻ നോക്കാം. സ്റ്റിറോയിഡ് ഹോർമോൺസിൻ്റെ കേസിൽ ഇൻട്രാ സെല്ലുലാർ ആയിരിക്കും. പെപ്റ്റൈഡ് ഹോർമോൺസ് ആണെങ്കിൽ അതിൻ്റെ സ്പെസിഫിസിറ്റി അനുസരിച്ച് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ ട്രാൻസ് മെംബ്രെയിൻ ലോക്കലൈസ്ഡ് ആയിരിക്കും. അത് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സിൻ്റെ കേസിലായാലും റിസപ്റ്റർ ടൈറോസിൻ കൈനേസസിൻ്റെ കേസിലായാലും ലൊക്കേഷൻ എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ഓർ ട്രാൻസ് മെംബ്രെയിൻ ആയിരിക്കും.
ഇനി റെസ്പോൺസ് ടു റിസപ്റ്റർ ബൈൻഡിങ്. സ്റ്റിറോയ്ഡ് ഹോർമോൺസിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ബൈൻഡ് ടു DNA. ഡയറക്റ്റായിട്ട് DNA-യിലാണ് ഈ റിസപ്റ്റർ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ DNA-യിലെ കറസ്പോണ്ടിങ് റിസപ്റ്ററായിട്ട് ഹോർമോൺ ബൈൻഡ് ചെയ്ത് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഇനി പെപ്റ്റൈഡിൻ്റെ കേസിലാണെങ്കിൽ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സിലാണെങ്കിൽ കൺഫർമേഷണൽ ചേഞ്ചസ് കോസ് ഡിസോസിയേഷൻ ഓഫ് ജി പ്രോട്ടീൻസ്. ഇനി റിസപ്റ്റർ ടൈറോസിൻ കൈനേസസിൻ്റെ കേസിലാണെങ്കിൽ കൺഫർമേഷണൽ ചേഞ്ചസ് കോസ് ഡൈമറൈസേഷൻ ആൻഡ് ഓട്ടോ ഫോസ്ഫോറിലേഷനാണ് നടക്കുന്നത്. മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കാം. സ്റ്റിറോയ്ഡ് ഹോർമോൺസിൻ്റെ കേസിൽ ഓൾട്ടർ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ടാർജറ്റ് ജീൻസ്. ടാർജറ്റ് ജീൻസിൻ്റെ ആക്ടിവേഷൻ വഴി പുതിയ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുക, അതുവഴി സെല്ലിൽ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി പെപ്റ്റൈഡ് ഹോർമോൺസിൻ്റെ കേസിലാണെങ്കിൽ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സായി ഇൻവോൾവ് ചെയ്യുന്നത് എങ്കിൽ ഓൾട്ടർ ഇൻട്രാ സെല്ലുലാർ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പാത്വേ. റിസപ്റ്റർ ടൈറോസിൻ കൈനേസിൻ്റെ കേസിലാണെങ്കിൽ ഓൾട്ടർ ഇൻട്രാ സെല്ലുലാർ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പാത്വേ. രണ്ട് കേസിലും സെയിം ആണ്. ഇൻട്രാ സെല്ലുലാർ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പാത്വേ ആക്ടിവേറ്റ് ആകുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അമൈൻസിൻ്റെ ഗ്രൂപ്പിൽ കുറച്ച് ഹോർമോൺസിനെ ലിസ്റ്റിൽ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ പല ഹോർമോൺസും വാട്ടർ സൊല്യുബിളുമാണ്, വാട്ടർ ഇൻസോല്യുബിളുമാണ്. ഹൈഡ്രോഫോബിക് നേച്ചർ കാണിക്കുന്നതും ഹൈഡ്രോഫിലിക് നേച്ചർ കാണിക്കുന്നതും ഉണ്ട്. അതുകൊണ്ട് എല്ലാ അമൈൻസും വാട്ടർ സൊല്യുബിളായിട്ടുള്ള ടൈപ്പ് മെക്കാനിസം ഓഫ് ആക്ഷൻ കാണിക്കുന്നവയല്ല. അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തൈറോക്സിൻ ഫീനൈൽ അലാനിൽ നിന്നുമാണ് തൈറോക്സിൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്യുവർലി ഒരു ഹൈഡ്രോഫിലിക് അല്ല, അത് ഹൈഡ്രോഫോബിക് നേച്ചർ കാണിക്കുന്ന ഒരു ഹോർമോണാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തൈറോക്സിൻ്റെ ആക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത് ഡയറക്റ്റ് നമ്മുടെ ന്യൂക്ലിയസിലേക്ക് എൻട്രി ചെയ്യുകയും സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിനൊക്കെ ക്രോസ് ചെയ്ത് ഇൻട്രാ സെല്ലുലാർ വഴി ഡയറക്റ്റ് ന്യൂക്ലിയസിലെ ന്യൂക്ലിയർ റിസപ്റ്ററുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്ത് ആണ് അതിൻ്റെ ആക്ഷൻ അവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് ഓരോ ഹോർമോൺസും അതിൻ്റെ ഹൈഡ്രോഫിലിക് നേച്ചറും ഹൈഡ്രോഫോബിക് നേച്ചറും അനുസരിച്ചാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ കാണിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക.